ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ ദിവസമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിരന്തരം ദൈവത്തോട് യാചിക്കുന്നു. നിങ്ങൾക്ക് ഒരു നല്ല ഭാവിയുണ്ട്, നിങ്ങൾക്കൊരു നല്ല അനുഗ്രഹമുള്ള ജീവിതമുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. പ്രാർത്ഥനയിൽ നിങ്ങൾ കൂടുതൽ തീക്ഷ്ണതയുള്ളവരാകുക. ഈ വർഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് തിരഞ്ഞെടുക്കാം. നാം ജോലി ചെയ്യുന്നതോടൊപ്പം, നാം പഠിക്കുന്നതോടൊപ്പം ദൈവവുമായി പ്രാർത്ഥനയിൽ ഐക്യപ്പെടുക. മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും കൂടുതലായി ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. അതിനാൽ ഏത് പ്രതിസന്ധി വന്നാലും, എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ദുഃഖം വന്നാലും, ദുരിതങ്ങൾ വന്നാലും, വിഷമങ്ങൾ വന്നാലും, പരാജയങ്ങൾ വന്നാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്. ഇന്ന് പ്രത്യേകമായി ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. അത് എന്താണ് എന്ന് വിവേചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അവർ ജീവിക്കുന്നു, എന്നാൽ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് അറിയുന്നില്ല. അതിനാൽ ഇന്ന് കർത്താവിൻ്റെ ഉപദേശം നമുക്ക് തേടാം. കർത്താവേ, ഇന്ന് നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എന്നെ അതിന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും കർത്താവ് നമുക്ക് ഓരോ ലക്ഷ്യം നൽകും. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നമുക്കിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ലക്ഷ്യബോധമില്ലാത്ത എല്ലാവർക്കു വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 32:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ലക്ഷ്യബോധമില്ലാത്ത എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, ഞങ്ങളുടെ മഹത്വത്തിനു വേണ്ടി, ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ള നിന്റെ ലക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടപ്പിലാക്കണമേ. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു, എന്നാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ഞങ്ങൾക്കൊരു ലക്ഷ്യമില്ലാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഞങ്ങൾക്കറിവില്ല. എന്നാൽ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നീ ഞങ്ങളെ ഉപദേശിക്കണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്ത്, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ധൈര്യം നൽകി ഒരു ലക്ഷ്യബോധമുണ്ടാകുന്നതിന്, ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ പോകേണ്ട വഴി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അലസതയും മടിയും മാറ്റി ലക്ഷ്യപ്രാപ്തി നേടാൻ, കൂടുതൽ അധ്വാനിക്കാൻ, പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ അധ്വാനിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ പ്രതിഫലം കർത്താവിൽ നിന്നും വരുന്നു. ആ പ്രതിഫലം എന്നേക്കും ശാശ്വതമായി നിലനിൽക്കുന്നതാണ് ദൈവമേ. അതിനാൽ ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പ്രതിഫലം നഷ്ടപ്പെട്ടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദനയെ നീ കാണണമേ. എത്ര ജോലി ചെയ്തിട്ടും അതിന് തക്കതായ പ്രതിഫലം കിട്ടാത്തപ്പോൾ
കർത്താവെ, ഞങ്ങൾക്ക് ജോലിയോട് വിരക്തത തോന്നുന്നു, എന്നാൽ നിന്നിൽ നിന്നാണ് ഞങ്ങൾ പ്രതിഫലം ഇച്ഛിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കാനും വേദനിക്കാതെ എൻ്റെ പ്രതിഫലം ഒന്നുപോലും നഷ്ടപ്പെടാതെ എൻ്റെ കർത്താവ് എനിക്ക് നൽകും എന്ന ഉറപ്പോടുകൂടി ആത്മാർത്ഥമായി ഞാൻ ജോലി ചെയ്യുന്നതിന് ഇന്ന് എനിക്ക് കൃപ തരണമേ. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം നിന്റെ ഉപദേശത്താൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകുന്നതിനും ആ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിനും അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ലക്ഷ്യം നല്ലതുപോലെ അവർക്ക് നൽകിയിരിക്കുന്ന പാഠങ്ങൾ പഠിക്കുന്നതിനും യഥാസമയം പരീക്ഷ എഴുതി ഉന്നത വിജയം ലഭിക്കുന്നതിനും വേണ്ടിയാണ്. ഈ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അകറ്റല്ലേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മക്കൾ, പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ മറ്റ് എല്ലാവിധ കാര്യത്തിൽ നിന്നും അവർ മാറി നിൽക്കാനും ലോകത്തിൻ്റെതായ സകല സന്തോഷങ്ങളിൽ നിന്നും മാറി നിന്ന് ആത്മാർത്ഥമായി പഠിക്കുന്നതിന് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് 10ാം ക്ലാസ് പരീക്ഷ എന്ന ബോധ്യത്തോടെ നല്ലതുപോലെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ഞങ്ങളുടെ പഠിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ സ്കൂളുകളിലെയും കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ മക്കളെയും ലക്ഷ്യപ്രാപ്തിയോടെ പഠിക്കുന്നതിനും അറിവ് നേടുന്നതിനും പരീക്ഷയിൽ ഉയർന്ന മാർക്കോടുകൂടെ പാസ്സാകുന്നതിനും കർത്താവെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നിന്റെ അഭിഷേകം ഉണ്ടാകണമേ. കർത്താവെ, ഇന്നുവരെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ചു. ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് വിജയം നൽകി. ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും പരിപൂർണതയുടെയും ദിവസമാക്കി മാറ്റണമേ. ഇന്ന് ഒരു ലക്ഷ്യത്തോടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ ഉപദേശം ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കാനും കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ അനുസരിക്കുന്നതിനും കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ യാത്രകളിൽ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ, ലക്ഷ്യം നേടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ കരുണ കാണിക്കുന്ന കർത്താവെ, ക്യാൻസർ രോഗികളുടെ മേൽ കരുണ കാണിക്കണമേ. ഹൃദ്രോഗികളുടെ മേൽ കരുണ കാണിക്കണമേ. ചർമ്മ രോഗികളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവെ, കിഡ്നി രോഗികളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയെ, എല്ലാ മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഇന്ന് പരിപൂർണ സൗഖ്യമുണ്ടാകാൻ ദൈവമേ നീ അവരോട് കരുണ കാണിക്കണമേ. വൈദ്യ ചികിത്സ ഇല്ലാത്ത രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീയാണ് ഞങ്ങളുടെ വൈദ്യനും രോഗശാന്തിയും ഞങ്ങളുടെ ആരോഗ്യവും സന്തോഷവും നീ തന്നെയാണ്. അതിനാൽ ഇന്ന് കരുണ തോന്നി ഈ പ്രാർത്ഥനയിലൂടെ നീ അനേക രോഗികളെ തൊടുന്നതിനെ ഓർത്ത്, സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ സാധിച്ചു കൊടുത്ത് അവർക്കൊരു നല്ല ലക്ഷ്യം ഉണ്ടാകുന്നതിനും ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനും എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം നീ കൃപ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ലക്ഷ്യബോധമില്ലാത്തവർക്ക് ഒരു പുതിയ നല്ലൊരു ലക്ഷ്യമുണ്ടാകുന്നതിനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഉണ്ടാകട്ടെ. ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി കർത്താവിൻ്റെ വിശ്വാസത്താൽ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നയിക്കപ്പെടുന്നതിനും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതിനും കർത്താവിൻ്റെ സഹായം കൂടെ ഉണ്ടാകുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.